ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഈസി ട്രേഡ് ആയിരുന്നു. കറക്റ്റായിട്ട് ക്യാൻഡിൽ സ്റ്റിക്കും ഗ്യാപ് തിയറിയും ഒക്കെ അറിയാവുന്നവർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് 23,300 എന്ന സപ്പോർട്ട് 1 ആണ്. ഇന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ നിഫ്റ്റി 50 തിരിച്ചു വരാം. അപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് വൈസർ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു 30 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഗിഫ്റ്റ് നിഫ്റ്റി പതുക്കെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇനി ബാക്കി 30 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്ന് ക്ലോസ് ആയി. ഓക്കെ, അതിന്ന് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. അത് മാത്രമല്ല, ഇത് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത അതായത് ജൂൺ 3 ഇന്ന് ഓപ്പൺ ചെയ്ത ടൈമിംഗ് ആണ് 12:15. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ടൈമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടായത്. എന്നിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിലുള്ള 30 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആയി. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നമ്മുടെ ഇൻഡെക്സുകളിൽ എഫക്ട് ചെയ്തു. ഞാൻ തിരിച്ച് നിഫ്റ്റിയിലോട്ട് പോവുകയാണ്. ഇൻഡെക്സുകളിൽ എഫക്ട് ചെയ്ത് എങ്ങനെ? ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് എഫക്ട് ചെയ്ത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഉണ്ട്, മുകളിലൊരു ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ ഞാൻ മാർക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി എടുക്കണേ. ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഉണ്ട്, ഫിൻ നിഫ്റ്റിയിൽ കണ്ടോ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. സെൻസെക്സില് ഗ്യാപ്പ് ഫോം ചെയ്തത് അത് കുറച്ചും കൂടി ക്ലോസ് ആകാനുണ്ട്. ബാങ്ക് നിഫ്റ്റിയും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നിഫ്റ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ നിഫ്റ്റിയിൽ ഗ്യാപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയായിരുന്നു നിഫ്റ്റിയിൽ April 7th, കറക്റ്റ് പറഞ്ഞാൽ April 7th നമുക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല 700 പോയിന്റ്സോളം വരുന്ന വലിയൊരു ഗ്യാപ്പാണ് ഉണ്ടായത്. ഈ ഗ്യാപ്പാണ് ഇപ്പോൾ പതുക്കെ ക്ലോസ് ആയി. ഇന്നത്തെ മൂവ്മെന്റോട് കൂടി ഗ്യാപ്പ് ഡൗണും പിന്നെയുള്ള ഡൗൺവേർഡ് മൂവ്മെന്റോട് കൂടി കംപ്ലീറ്റ്ലി ആ ഗ്യാപ്പ് ഫുള്ളി ക്ലോസ് ആയി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ ഇന്നലെ പറഞ്ഞിരുന്നു, ഇവിടെ 23,000 അവിടെ സപ്പോർട്ട് 1 ഒരു റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന റെഡ് ക്യാൻഡിൽ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യും. അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്താൽ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ ഇടയാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫുള്ളി ക്ലോസ് ആയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് റീട്രേസ് ചെയ്ത് ഇപ്പോൾ 23,396 എന്ന പൊസിഷനിൽ വന്ന് ക്ലോസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ, അതായത് ഇന്ന് വെനസ്ഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 23,396 ആണ് ഇന്നത്തെ നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 23,405.60, -77 പോയിന്റ്സ് ഡൗൺ. ഇത് നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ്ങും പിന്നെ ബാക്കിയുള്ള ഗ്യാപ്പ് ഡൗൺ മൂവ്മെന്റും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതിൽ കൂടുതൽ മൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് 77 പോയിന്റ്സ് ഡൗൺ എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി ഇന്നത്തെ ഒരു മൂവ്മെന്റ്, നല്ലൊരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി മൂവ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 398 പോയിന്റ്സോളം അപ്പ് ആൻഡ് ഡൗൺ, മുകളിലും താഴെയും കൂടിയായിട്ട്, താഴേന്ന് മുകളിലോട്ട് നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് 280 പോയിന്റ്സോളം മൂവ്മെന്റ് വന്നിട്ടുണ്ട്. നല്ലൊരു മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ കാണിച്ചത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് തിയറി അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ ഫിൽ ചെയ്യാൻ വരും എന്നുള്ള കോൺസെപ്റ്റ് ഇന്ന് കംപ്ലീറ്റ്ലി നടന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഗ്യാപ്പ് ഫില്ലിംഗ് ലെവൽ വരെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ലെവൽ വരെ മാർക്കറ്റ് വന്നതിന് ശേഷമാണ്, ഫുള്ളി ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ തിരിച്ച് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതും ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവല് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന, ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാം, ഞാൻ ഈ ഒരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ഞാൻ പറഞ്ഞിരുന്നു പല തവണയും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത്. ആ ഒരു ഏരിയയിൽ വന്നാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,400 ഞാൻ മാർക്ക് ചെയ്തിരുന്നതാണ്. 23,399
ഇന്ന് 396 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് നാളത്തേക്കുള്ള അനാലിസിസ് ചെയ്യാം. പ്രത്യേകിച്ച് നാളെ സെൻസെക്സ് എക്സ്പയറിയും കൂടിയാണ്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സെൻസെക്സിന്റെ കാര്യവും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു അനാലിസിസ് ചെയ്യാം. അപ്പൊ നാളെ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 23,300 ആയിരിക്കും നമ്മൾ ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തോട്ടെ. 23,300 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് അല്ല, സപ്പോർട്ട് ലെവൽ ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 23,300 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആയിട്ട് വരും. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഈ ഒരു പൊസിഷനിലാണ് ഇന്ന് ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 23,300 എന്ന ലെവല് ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 23,300 ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ ഫസ്റ്റ് സപ്പോർട്ട് ആയിട്ട് വരും. 23,300 ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അടുത്ത ലെവല് നമുക്ക് നോക്കാനുള്ളത് 23,150 ആണ്. ഞാൻ അതും കൂടി മാർക്ക് ചെയ്യാം. 23,150 അതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് വരാൻ പോകുന്നത്. ഇവിടെയും എനിക്ക് പറയാനുള്ള ഈ 23,150 ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെയും ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടാവുന്നതായിരിക്കും. അതിന് 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. മോളിലും താഴെയും, അതായത് ആദ്യം 23,300 ബ്രേക്ക് ഔട്ട് ആണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് നോക്കേണ്ട കാര്യം. പിന്നെ 23,150 ബ്രേക്ക് ഔട്ട് ആണ്. ഇത് രണ്ടും ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ഇനിയൊരു സെൽ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യും മാർക്കറ്റ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യും മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബെയറിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്യാനുണ്ടാവുന്ന വളരെയധികം സൂക്ഷിച്ചു നോക്കുക. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. അപ്പൊ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവൽ എടുക്കാൻ പറ്റുന്നത് 23,500 ആണ്. ഞാൻ മാർക്ക് ചെയ്തോട്ടെ. 23,500 കൊണ്ടുവരും. ഇതാണ് നമ്മുടെ നാളത്തേക്കുള്ള ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ 1 വരുന്നത്. ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ 1 ഈ ലെവലും വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഞാൻ ഇന്നലെ ഫിബൊനാച്ചി അനാലിസിസിൽ കാണിച്ചായിരുന്നു ഈ ലെവലിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ഐ ബട്ടണിലും അറ്റാച്ച് ചെയ്തേക്കാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത അനാലിസിസ് എങ്ങനെ പോയിന്നും മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തെന്നും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽസ്, കാൻഡിൽ സ്റ്റിക്, പ്രൈസ് ആക്ഷൻ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അതും AI-യുടെ ഹെൽപ്പോട് കൂടി കുറച്ചും കൂടി ഈസിയർ ആയി നിങ്ങൾക്ക് ട്രേഡിംഗ് AI-യുടെ ഹെൽപ്പോടെ പഠിക്കണമെങ്കിൽ നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AI വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ട്രേഡിംഗ് വിത്ത് ടെക്നിക്കൽ അനാലിസിസ്, ഇതാണ് കോഴ്സ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന് ഓഫ്ലൈനും ഓൺലൈനും റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഫോർട്ട് കൊച്ചിയിൽ വന്ന് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫോർട്ട് കൊച്ചിയിലാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ നമ്പറിൽ വാട്സാപ്പ് കോളോ മെസ്സേജോ അയച്ചാൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കോഴ്സിനെ പറ്റി അറിയാവുന്നതാണ്, കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ നിഫ്റ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നിഫ്റ്റി നമ്മൾ നോക്കേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു, 23,500 റെസിസ്റ്റൻസ് 1 ആണ്. ഇനി നോക്കേണ്ട ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 23,300 നമ്മുടെ സപ്പോർട്ട് ലെവലായിട്ട് വരും. ഇനി നമുക്ക് എടുത്തു കാണേണ്ട ഒരു കാര്യം ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തിട്ടിരുന്നു. അത് മാത്രമല്ല നമ്മുടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. അപ്പോൾ ബാക്കി ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഇന്ന് തന്നെ ക്ലോസ് ആയി. എന്നിട്ടാണ് പിന്നെ മുകളിലോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായത്. പിന്നെ ഇവിടെ ഉണ്ടായേക്കുന്ന മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മാർക്കറ്റ് ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഇപ്പൊ രണ്ടാമത്തെ തവണയായി ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് നടത്തുന്ന ആ സെയിം ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തത് നല്ലൊരു മൂവ്മെന്റ് ആണ്. 471 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകി 0.88%, നല്ലൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക്
ഇനി ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിങ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 54,247 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 54,185.95. അപ്പോൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ നേരത്ത് നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടുവരും. ഇതെന്ന് പറയുന്നത് 54,595. നമുക്ക് 54,600 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. 54,600 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. ഫസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഇത് മാർക്കറ്റ് പലതവണ റെസ്പെക്ട് ചെയ്തിട്ടുള്ള സപ്പോർട്ടും കൂടിയാണ്. അത് മാത്രമല്ല വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും ചെയ്യാൻ നേരത്തും നല്ലൊരു ആവറേജ് ലെവൽ മൂവ്മെന്റ് വരുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 298, അതായത് 300 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റ് വരുന്ന ഒരു ലെവലാണിത്. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി കൺഫർമേഷൻ ആയിട്ട് 53,917 ഉണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 53,900 എടുക്കാം. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. രണ്ട് ഇമ്പോർട്ടന്റ് ലെവലാണ്. ഈ ലെവല് ഒന്നും കൂടി ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ. ഈ ലെവല് ഗ്യാപ് ഡൗണോ ഗ്യാപ്പ് അപ്പോ അല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താലാണ് ഈ രണ്ട് ലെവലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഉള്ള കാര്യമാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെയും നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻഡിൽ നോക്കുക. നല്ല 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെന്ന് നോക്കുക. ബുള്ളിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും പുള്ളപ്പ് ചെയ്യും. വലിയ മൂവ്മെന്റ് ഉണ്ടാവില്ല. കാര്യം ഇവിടെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്താൽ തന്നെ ഓൾറെഡി 300 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബുള്ളിഷ് ക്യാൻഡിൽ അല്ല ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അതേസമയം താഴത്തോട്ട് നോക്കുവാണെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ 23,900 കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് നടക്കുന്നതായിരിക്കും. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് ആണ്. അതായത് ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ഒരു മർബോസു, ഒരു ഇൻവേർട്ടഡ് ഹാമർ, അല്ലെങ്കിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ്, ബുള്ളിഷ് അല്ല ബെയറിഷ് എൻഗൾഫിംഗ്, ഇതൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫിൻ നിഫ്റ്റി ആണ്. ഫിൻ നിഫ്റ്റിയും നമ്മൾ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ സെയിം കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞിരുന്ന സോണിലോട്ട് കയറിയിട്ടില്ല മാർക്കറ്റ്. പക്ഷേ ഈ ഒരു സൈഡ് വേസ് സോണിന്റെ ആ പൊസിഷൻ എത്തിയപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ടിരുന്നു. ഈ ഒരു സപ്പോർട്ട് പൊസിഷൻ എത്തിയപ്പോൾ 24,975 എന്ന സപ്പോർട്ട് പൊസിഷൻ എത്തിയപ്പോൾ പിന്നെയും മാർക്കറ്റ് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കണേന്ന് ഗൈസ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ഫിൻ നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെന്റ് നമുക്ക് പോയിന്റ്സ് വെച്ച് നോക്കാൻ നേരത്തെ പറയാൻ പറ്റില്ല. പക്ഷെ ആക്ച്വലി മൂവ്മെന്റ് നടന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ടോട്ടലി ഫുൾ നോക്കിക്കഴിഞ്ഞാൽ 496 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയത്. നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നൽകിയത്. എന്നിട്ട് ഒരു ചെറിയ ബെയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്തു. 24,961 ക്ലോസ് ചെയ്തു. ശരിക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ആണ് ഇന്ന് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് പോലും ഫിൻ നിഫ്റ്റിയിൽ നടന്നത്. പക്ഷെ ക്ലോസ് ചെയ്തത് ഏകദേശം ഇന്നലെ ക്ലോസ് ചെയ്ത 24,905 24,975 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 94 പോയിന്റ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് 0.38% മൂവ്മെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് സൈഡ് വേസ് അല്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന സപ്പോർട്ട് ലെവല് ഞാൻ പറഞ്ഞിരുന്നത് 24,700 സപ്പോർട്ട് 1 എന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24,700 അവിടെ വന്ന് നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടായി. നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത് 1 അവറിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട് 1 അവറിൽ ഇതുപോലെ നല്ലോണം ആ ഒരു കൺഫർമേഷൻ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ക്യാൻഡിൽസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്കൊരു താഴത്തോട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാമെന്ന്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ അനാലിസിസ് രീതിയിൽ. അതിനുശേഷമാണ് പിന്നെ മാർക്കറ്റ് പുള്ളപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരാനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഞാൻ നോക്കാം. അതായത്
ഇനിയിപ്പോ നോക്കാനുള്ള ഞാൻ ഇന്നലെ പറഞ്ഞ ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു സൈഡ് വേസ് ഏരിയ ആണ്. അപ്പൊ ഈ സോണിലോട്ട് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്ന തിയറി നമ്മുടെ മാർക്കറ്റിന്റെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് വേസ് മൂവ്മെന്റ് വരാൻ ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കുക, ഫിൻനിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കുക. ആളെ തീറ്റ ഡി കെക്ക് അല്ലെങ്കിൽ പ്രീമിയം ഡി കെക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് ഓപ്ഷൻ ബയേഴ്സ്. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് ഉണ്ടാകാൻ ധാരാളം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഇനി വരാനുള്ള ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഇവിടം കൊണ്ടുവരും. ഇതെന്ന് പറഞ്ഞാൽ ആവറേജ് മൂവ്മെന്റും എല്ലാം കൂടി നോക്കാൻ നേരത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഫിൻനിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണെന്ന്. അപ്പൊ 200 പോയിന്റ്സ് വെച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് ആവറേജ് മൂവ്മെന്റ് നമുക്ക് നോക്കാവുന്നത് ഏകദേശം 25, ഞാൻ കുറച്ചും കൂടി താഴത്തോട്ട് വെക്കാം. കാര്യം ഒരു ആവറേജ് ലെവൽ നോക്കാൻ നേരത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു ഗുഡ് ലെവൽ എന്ന് പറയുന്നത് 25 to 50 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ, 25 to 50 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട്, സപ്പോർട്ട് അല്ല, റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു മെയിൻ സപ്പോർട്ട് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 24,540 എന്ന ലെവലാണ്. അപ്പോൾ ഞാൻ അതും കൂടി മാർക്ക് ചെയ്യാൻ 24,540, നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 550 എന്നും എടുക്കാം, കുഴപ്പമില്ല. അതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. രണ്ട് ലെവലും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, മുകളിലോട്ട് മൂവ്മെന്റ് ആണെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് നടക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഓൾറെഡി ഒരു സൈഡ് വേസ് സോൺ ആണ്. സൈഡ് വേസ് ആയിട്ട് മാർക്കറ്റ് കറക്റ്റ് ഡേറ്റ് പറയണമെങ്കിൽ ഏകദേശം 11th May മുതൽ ഒരു 25th May വരെ നല്ലൊരു സൈഡ് വേസ് മൂവ്മെന്റ് നടന്ന ഒരു ഏരിയയാണ്. എന്നിട്ടാണ് ആ സൈഡ് വേസ് ബ്രേക്ക് ഔട്ട് ആയി ഒരു ഗ്യാപ്പ് അപ്പോട് കൂടി നമ്മുടെ ഫിൻനിഫ്റ്റി മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ആയത്. അതുകൊണ്ട് തന്നെ ഈ സൈഡ് വേസ് ലെവല് ബ്രേക്ക് ഔട്ട് ആകാൻ നോക്കണം. അല്ലെങ്കിൽ 25 to 50 കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇവിടം വരെ മാക്സിമം പോകുള്ളൂ. അതിനുശേഷം റീട്രേസ് ചെയ്യും, താഴത്തോട്ട് റീട്രേസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് നടത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നോക്കാം. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ ഇന്ന് വന്നിരിക്കുന്ന അപ്പോളോ ഹോസ്പിറ്റൽ തന്നെയാണ്. പിന്നെ TMPV, ഇൻഡിഗോ, മാക്സെൽസ്, SBIN, ICICI ബാങ്ക്, ONGC, പവർ ഗ്രിഡ് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ എത്രത്തോളം IT സെക്ടർ ബൂം ചെയ്തോ അതിനേലും കൂടുതൽ ഇന്ന് IT സെക്ടർ ബെയറിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. ഏകദേശം 5% ബെയറിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ കണ്ട കമ്പനീസ് ലൈക്ക് TCS, ടെക്കം, HCL ടെക്, ഇൻഫി, വിപ്രോ, ITC ഇതൊക്കെ നമ്മുടെ ലൂസേഴ്സ് ലിസ്റ്റിൽ നമുക്കിപ്പോൾ കാണാം. ഞാനിപ്പോൾ സെക്ടർ കാണിക്കുമ്പോൾ സെക്ടർ വൈസ് പെർഫോമൻസിലും നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കണമെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ഇന്ന് വന്നത് ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, PNB, SBIN, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയൊക്കെയാണ്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് ഇൻഡസ് ബാങ്ക്, അതിനേലും തൊട്ടു പുറകെ ചെറിയ ലൂസറായിട്ട് വന്നത് AU ബാങ്ക് ആണ്. ഇനി നമുക്ക് സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കാം. അപ്പോൾ സെക്ടോറിയൽ പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുവിധം എല്ലാം തന്നെ സൈഡ് വേസ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് നല്ലോണം പെർഫോം ചെയ്തു. ബാങ്കിങ് സെക്ടറിൽ 1.70% നല്ല മൂവ്മെന്റ് ആയിരുന്നു. അതേസമയം നിഫ്റ്റി FMCG, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി സിമെന്റ്, നിഫ്റ്റി MSIT ടെലികോം ഇതെല്ലാം നല്ല ബെയറിഷ് മൂവ്മെന്റ് കാണിച്ചു. അതായത് 1%ന്റെ മുകളിൽ. ഇതിനകത്ത് നിഫ്റ്റി MSIT ടെലികോം 2%ന്റെ മുകളിൽ ബെയറിഷും, നിഫ്റ്റി IT ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ -5.57% ആണ് ബെയറിഷ് ആയിട്ട് കാണിച്ചത്. ഇന്നലെ 4% ബുള്ളിഷ് ആണെങ്കിൽ ഇന്ന് അതിലും കൂടുതൽ 5.57% ആണ് നിഫ്റ്റി ഡൗൺഫോൾ ഉണ്ടായത്. ഇത് നമ്മുടെ ഗ്ലോബൽ ടെൻഷനും പിന്നെ ഇപ്പോൾ നടക്കുന്ന ഇറാൻ അറിയാലോ, ഇറാൻ വാറിൽ ഇറാൻ കുവൈറ്റിന്റെ റോഡ് ബോംബ് ചെയ്തിട്ടുണ്ട്, മിസൈൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റ് IT സെക്ടറിൽ ആ സെക്ടറിൽ വരും. ആ ഒരു ഡിഫറൻസ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുദ്ധം പിന്നെയും തുടങ്ങിയപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ
ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഓരോ ട്രേഡ് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യ വിക്സ് നോക്കുവാണെങ്കിൽ ഇന്നലെയൊക്കെ 15 ആയിരുന്നു, ഇന്ന് ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 16.28 ആയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 19 വരെയൊക്കെ പോയതാണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അത്ര ഫ്ലക്ച്വേഷൻ ഇല്ല ഇന്ത്യ വിക്സിൽ. പക്ഷെ എന്നാലും 15ന്റെ അബവ് ആണ്. 15ന്റെ താഴെ പോയാലാണ് ഓക്കെ നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അപ്പോ ഇന്ത്യ വിക്സ് 16% വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കിടക്കാം. അപ്പോൾ സെൻസെക്സിലോട്ട് കടക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിരുന്ന ലെവൽ എന്ന് പറയുന്നത് 74,000 ആണ് സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ, അപ്പൊ നിങ്ങൾക്ക് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് 74,000 അവിടെ നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് ആയി മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്ത, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഈ സൈഡ് വേസ് ഏരിയ വളരെ കെയർഫുൾ ആയിട്ട് കാണണമെന്ന്. ആ ഒരു ഏരിയയിലോട്ട് കടന്നിട്ടില്ല, എന്നാലും ആ ഒരു ഏരിയയിൽ വന്നാണ് സ്റ്റോപ്പായി നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഞാൻ നേരത്തെ ഫിൻനിഫ്റ്റിയിൽ പറഞ്ഞ പോലെ സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാവുന്നതായിരിക്കും. അത് മാത്രമല്ല ഞാനിവിടെ വരച്ചിട്ടേക്കുന്നത് പോലെ ഒരു ലൈക്ക് മൈനർ റെസിസ്റ്റൻസും ഉണ്ട്, പിന്നെ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസും മാറും അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അനാലിസിസിലോട്ട് കിടക്കാം. കാര്യം നാളെ സെൻസെക്സ് എക്സ്പയറിംഗ് കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് അനലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ 74,319 ആണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 74,346.17, -303 പോയിന്റ്സ് ഡൗൺ, 0.41% ഡൗൺവേർഡ് മൂവ്മെന്റ്. ഇവിടെ 303 എന്ന് പറയാൻ നേരത്ത് ഞാൻ സെൻസെക്സിന്റെ ആവറേജ് എപ്പോഴും പറയാറുണ്ട് 500 to 1000 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് വലിയ ബെയറിഷ് അല്ല, 0.5%-നേലും താഴെയാണ്, 0.4% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റ് ആഴ്ചകൾ വെച്ച് നോക്കാൻ നേരത്ത് പതുക്കെ നമ്മുടെ സെൻസെക്സ് കയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡ് വേസ് ഏരിയ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ വന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടായാൽ പ്രീമിയം ഡിക്കേ കൂട്ടും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബയേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഈ സോണിലോട്ട് കയറി കഴിയുമ്പോൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക, കൺഫർമേഷൻസ് ലെവൽസ് എടുക്കുക, എന്നിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അല്ലെങ്കിൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ പിന്നെ എടുത്ത് പറയാനുള്ള നമ്മുടെ റെസിസ്റ്റൻസും സപ്പോർട്ടും ആണ് നാളത്തേക്ക് ഉള്ളത്. അപ്പൊ അതിലോട്ട് കിടക്കട്ടെ. ഇവിടെ വേറൊരു കാര്യം കൂടി എടുത്ത് കാണിക്കാനുള്ളത്, ഇന്നത്തെ മൂവ്മെന്റോട് കൂടി നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു W പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയാലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. അതിന്റെ ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത്, കാര്യം W പാറ്റേൺ ആക്ടിവേറ്റ് ആണ്, അപ്പൊ അതിന്റെ ആക്ടിവേഷൻ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടാണ്. W പാറ്റേണിന്റെ ആക്ടിവേഷൻ ലെവൽ ഈ ഒരു ഏരിയയിലാണ്. ഇതെന്ന് പറയുന്നത് 74,800 എന്ന ലെവലാണ്. ഞാൻ മാർക്ക് ചെയ്യാം 74,800. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് നാളത്തേക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, ഈ ഒരു ഏരിയ സൈഡ് വേസ് ഏരിയ ആണ്, അതുകൊണ്ട് 800-ൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 1 അവർ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ഔട്ട് ആകാതെ മുകളിലോട്ട് ട്രേഡ് എടുക്കുന്നത് സേഫർ ആയിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഈ 74,800 വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് നാളത്തെ സെൻസെക്സിൽ ആക്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 73,600 ആയിരിക്കും. നമ്മുടെ W പാറ്റേണിന്റെ ഷോൾഡർ ആണ് വരുന്നത്. അപ്പോ ഇവിടെ മാർക്ക് ചെയ്തോട്ടെ 73,600. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ 2 ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇനിയിപ്പോ ഒന്നും കൂടി സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫിബൊനാച്ചി ലെവൽസ് വെച്ചും കൂടി ഞാനൊന്ന് അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. അതായത് 74,800 ബ്രേക്ക് ഔട്ട് ആയാലുള്ള കേസാണ്. അപ്പൊ ഞാനൊന്ന് ഫിബൊനാച്ചി ലെവൽസ് വെച്ച് പറഞ്ഞോട്ടെ. പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ യൂട്യൂബിൽ കാണിക്കുന്നത് മാത്രമല്ല അനാലിസിസ്, വേറെയും അനലൈസിസ് ഉണ്ട്, ലൈക്ക് വോളിയം അനാലിസിസ്. അപ്പോൾ ഫിബൊനാച്ചി ലെവൽ വെച്ചും കൂടി ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് അഥവാ 74,800 ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഈ ഒരു ലെവൽ
ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് വരും. അതായത് ഫിബൊനാച്ചി ലെവലാണ് 1.27 എന്ന ലെവല്. അപ്പോൾ നമ്മളൊരു ആവറേജ് മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു സോൺ നമുക്ക് ഫുള്ളി എക്സ്പാൻഡ് ചെയ്താലേ അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സോൺ ആയിട്ട് എഴുതാം. അതായത് നമുക്ക് വരുന്നത് 75-180 എഴുതിക്കോട്ടെ, 75-180 ടു 75-200 ഒരു സോൺ ആയിട്ട് കാണണം. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് വരുന്നത്. ഫിബൊനാച്ചി ലെവൽ ആയതുകൊണ്ട് ആ ലെവലും കൂടി കാണണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈഡ് വേസ് കോൺസെപ്റ്റ് മറക്കണ്ട. ഇവിടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീറ്റ ഡി കെ, പ്രീമിയം ഡി കെ അതുകൊണ്ടൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആയാലും ശ്രദ്ധിക്കുക, ഈ 75-200 വരെ സ്റ്റഡി ആയിട്ട് പോകണുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് വന്നാൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെയുള്ള ഒരു പ്രീമിയത്തിന്റെ ഡി കെ നടക്കും. അപ്പോൾ വിചാരിക്കുന്ന പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആയാലും ഡബിൾ കൺഫർമേഷൻസ് എടുത്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും സേഫർ. പ്രത്യേകിച്ച് നാളെ സെൻസെക്സ് എക്സ്പയറി ആണ്. ഓർത്ത് എല്ലാവരും കോൺട്രാക്ട് ക്ലോസ് ചെയ്യാൻ ഓർക്കുക ടൈം തീരണതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിനിഫ്റ്റി, സെൻസെക്സിന്റെ ഇൻട്രാഡേ നാളത്തേക്കുള്ള അനാലിസിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കേണ്ട. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലോട്ട് വാട്സാപ്പ് കോളോ വാട്സാപ്പ് മെസ്സേജോ അയച്ചാൽ മതി. 8870135772 ആണ് നമ്പർ. ഈ നമ്പർ വഴി ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്, റെക്കോർഡഡ് ഉണ്ട്. AI ട്രേഡിങ്ങും കൂടി നമ്മളിപ്പോൾ കോഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. AI ഉപയോഗിച്ച് കുറവ് മിസ്റ്റേക്കോട് കൂടി, ഇപ്പൊ ടെക്നിക്കൽസ് നിങ്ങൾ തെറ്റ് ചെയ്താലും AI ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് കറക്ഷൻസ് നേടാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും AI കോഡ്സും ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് മാത്രമല്ല, സെലക്ഷൻ ഓഫ് സ്റ്റോക്സ് ഇതൊക്കെ AI ഉപയോഗിച്ച് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് അനാലിസിസ് ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.